ഇന്ന് നമുക്ക് വേറെ 2 ക്രിസ്റ്റ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മീറ്റർ മാറ്റിയിട്ട് ടോപ്പ് മോഡൽ മീറ്റർ ആക്കണം, മറ്റേതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ഫിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മീറ്റർ നമ്മൾ മാറ്റുവാണ്. ഈ മീറ്റർ മാറ്റിയിട്ട് ബേസാണ് വണ്ടി, അത് ടോപ്പിലേക്ക് ആക്കുവാണ്. ഈ മീറ്റർ നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നു. കിലോമീറ്റർ എല്ലാം കറക്റ്റാക്കി റെഡിയാക്കണം. ഇതാണ് നമ്മളിപ്പോൾ മീറ്റർ മാറ്റിയ വണ്ടി. ഇതിനകത്ത് ബേസ് മോഡലാണെന്നും അതിൻ്റെ ഉള്ളിൽ ഇരുന്നത് ഈ പഴയ മോഡൽ ഇങ്ങനത്തെ മീറ്ററാണ്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ മീറ്റർ മാറ്റിയിട്ട് നമ്മളിത് ടോപ്പ് എൻഡിന് മീറ്റർ ആക്കി, സെഡിന് വരുന്ന മീറ്റർ ആക്കിയിട്ടുണ്ട്. എല്ലാ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഉണക്കം തന്നെ നമ്മുടെ ക്രിസ്റ്റയുടെ പടം തെളിഞ്ഞു വരുന്നു. മെസ്സേജുകൾ, അതിൻ്റെ അകത്ത് സെറ്റിങ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ക്ലസ്റ്റർ കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ട്. ഈ ഉള്ള സ്വിച്ചുകൾ, അതിൻ്റെ ഡിസ്പ്ലേ സേവിങ്, മറ്റുള്ള കാര്യങ്ങൾ, ഇൻഫോ, എന്തെങ്കിലും വണ്ടിക്കകത്ത് ഇപ്പം എന്തെങ്കിലും ഫ്യൂവലിൻ്റെ അല്ലെങ്കിൽ വാട്ടറിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ വാണിംഗ് കാണിക്കും. പിന്നെ കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കാണിക്കും. ഇതിപ്പോൾ റിസെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇത് ലോങ് പ്രസ് ആക്കി കഴിഞ്ഞാൽ ഇത് റിസെറ്റ് ആവും. ഓക്കെ, പിന്നെ നമ്മൾ അത്യാവശ്യം ഓടിക്കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ എക്കണോമി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. നമ്മൾ ഈ ഫിറ്റ് ചെയ്തേക്കുന്നത് ഈ കൺട്രോൾസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. എല്ലാ കൺട്രോളും ഈ ജോയിസ്റ്റിക്ക് ഫുള്ളായിട്ട് വർക്ക് ചെയ്യും. അപ്പം ഇതിനകത്ത് അത്യാവശ്യം ഈ മീറ്ററും കൂടെ മാറ്റിയ വണ്ടി ഇപ്പോൾ ഏകദേശം ഫുൾ ലോഡായി. നമ്മളിതിൻ്റെ വുഡൻ പാനലൊക്കെ ഒറിജിനൽ വെച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡ് സിൽവർ ലൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് മാറ്റി സെഡിൻ്റെ ആക്കിയിട്ടുണ്ട്. ഇത് യൂസ്ഡ് സ്റ്റിയറിംഗ് ആട്ടോ, അപ്പോൾ ചെറിയൊരു ഇത് പോയിട്ടൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ AC കൂടെ മാറ്റി റൂഫ് ലൈറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഏറ്റവും സെഡ് മോഡലിലേക്കായി. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ മീറ്റർ മാറ്റിയിട്ടേക്കാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ കാണിക്കും. ഇതിനകത്ത് എല്ലാം സ്കാൻ ചെയ്ത് നമ്മളെല്ലാം ക്ലിയർ ആക്കും. ഇതിപ്പോൾ കോമ്പിനേഷൻ മീറ്ററിൻ്റെ എററുകളെല്ലാം കിടപ്പുണ്ട്. അതെല്ലാം സോൾവ് ചെയ്ത് റെഡിയാക്കും നമ്മളിനിയിപ്പം. അപ്പോൾ അതാണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പം ഇതുണ്ട്, ഈ മീറ്റർ മാറിയിട്ട് ഈ മീറ്റർ വന്നപ്പോൾ തന്നെ വണ്ടിയുടെ റേഞ്ച് മാറി. അപ്പോൾ അത്രയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വണ്ടിയുടെ മീറ്റർ. ഓടിക്കുന്ന ആളെ സംബന്ധിച്ചത് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ എററെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. മീറ്ററിൻ്റെ എററെല്ലാം മാറി, എല്ലാം ഗ്രീൻ ടിക്കായി. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാ വണ്ടിയും വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ വിടുന്നത്. ഇത്തരം വർക്കുകളൊക്കെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിലൊക്കെ മറ്റേ സെഡിൻ്റെ ഇതാക്കിയിട്ടുണ്ട്. അളവിനൊക്കെ സെഡിൻ്റെ അളവിലിട്ടിരുന്നത്. 2 ഹെഡ് ലാമ്പ് പ്രോജക്റ്റ് നമ്മളാക്കിയിട്ടുണ്ട്. ഫോഗ് ലാമ്പും സെഡിൻ്റെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് വണ്ടി ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഫുൾ സെഡ് മോഡലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി, ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്യാത്ത വണ്ടി. മിറർ ഫോൾഡിങ് ആക്കി. അങ്ങനെ ഓൾമോസ്റ്റ് ഭാഗങ്ങളെല്ലാം വണ്ടി സെഡിൻ്റെ രീതിയിലേക്ക് ആക്കി. ഇപ്പോൾ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് വണ്ടി സെഡാന്നേ തോന്നുള്ളൂ. വീലടക്കം മാറിയോണ്ട് പുറത്തങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഓട്ടോവിറ്റിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.